ഇന്നിനി പ്രതീക്ഷിക്കാവുന്ന ന്യൂസ് അജണ്ടയാണ് ഇനി പെട്ടെന്ന് പറയാനുള്ളത്. അതത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തന്നെയാണ്. തുടർന്നുള്ള വാർത്തകൾ നമുക്ക് പ്രതീക്ഷിക്കാം. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനെതിരെയുള്ള ആരോപണത്തിൽ കേസെടുത്താൽ നിലനിൽക്കില്ല എന്ന മന്ത്രി സജി ചെറിയാന്റെ വാദം. ഇപ്പോൾ ഒന്നടങ്കം ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, ഈ ഇടത് സർക്കാർ കപട്യക്കാരെ കൂടെയാണോ, ലൈംഗിക ചൂഷണം നടത്തുന്ന ആളുകളുടെ കൂടെയാണോ എന്നുള്ളത്. കുറെ കൂടെ വ്യക്തമായി ചോദിച്ചാൽ ഇരയ്ക്കൊപ്പമോ വേട്ടക്കാരനൊപ്പമോ. എന്തായാലും അതിൽ കൂടുതൽ പ്രതികരണങ്ങൾ പ്രതീക്ഷിക്കുന്നു. അത് തന്നെ എന്തിന് അത്രയും ഒക്കെ വെട്ടിമാറ്റി എന്നുള്ള ചോദ്യം ഇപ്പോഴും നിൽക്കുന്നു. ഈ വിവരാവകാശ കമ്മീഷൻ പറഞ്ഞു ചില ഭാഗങ്ങൾ മറച്ചു വെക്കണം, അത് സ്വകാര്യത ബാധിക്കുന്നതാണ്. അതിനും അപ്പുറമുള്ളത് വെട്ടിമാറ്റിയത് ആരെ സംരക്ഷിക്കാനെന്നുള്ള ചോദ്യം അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ മറ്റൊന്ന്, കഴക്കൂട്ടത്ത് നിന്ന് കാണാതായ അസം സ്വദേശി എപ്പോഴായിരിക്കും നാട്ടിൽ എത്തുക എന്നുള്ളതാണ് എല്ലാവരും നോക്കിക്കാണുന്നത്. പോലീസ് സംഘം വിശാഖപട്ടണത്ത് നിന്ന് ഇന്ന് കേരളത്തിലേക്ക് എത്തിയിരിക്കും. ട്രെയിൻ മാർഗമായിരിക്കും എത്തുന്നത്. കൊച്ചിയിൽ നിന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ച ഒരു വാർത്തയുടെ തുടക്കം കൂടെയാണ്. കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇന്നലെ 5 ദിവസത്തിന് ശേഷം അമ്മ വേണ്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതിന് പിന്നാലെ ഫെഫ്കയും വരുന്നു എന്ന് പറയുന്നു. അപ്പോൾ മാർഗനിർദ്ദേശങ്ങളൊക്കെ തന്നെ പുറപ്പെടുവിക്കും എന്നാണ് ഫെഫ്ക ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാലും അതും കൂടുതൽ പ്രതികരണങ്ങൾ ഇന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത്, ഈ പോലീസ് അസോസിയേഷൻ്റെ സംസ്ഥാന സമ്മേളനം നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ വിവാദങ്ങൾക്കിടെ മുഖ്യമന്ത്രി ഇന്ന് കോഴിക്കോട്ട് ഉണ്ട്. എന്തായാലും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞാലോ, ഈ പൂഴ്ത്തി വെച്ചതടക്കമുള്ള കാര്യങ്ങൾ എന്തെങ്കിലും പറഞ്ഞാലോ എന്നാണ് കേരളം ഉറ്റുനോക്കുന്ന ഒരു കാര്യം. പോലീസിൻ്റെ അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനാണ് അദ്ദേഹം എത്തുന്നത്. ഡൽഹിയിൽ ചുവപ്പൻ ഭീകരത, അതിനെതിരെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ നേതൃത്വത്തിൽ ഛത്തീസ്ഗഡിലെ റായ്പൂരിൽ പ്രത്യേക യോഗം ചേരും. അതിനു വേണ്ടിയിട്ട് അദ്ദേഹം അങ്ങോട്ടേക്ക് തിരിച്ചിട്ടുണ്ട്. ഒപ്പം നേരത്തെ പുത്തൻപുലരിയിൽ തന്നെ നമ്മൾ ബ്രേക്ക് ചെയ്ത വലിയ വാർത്ത, ശ്രീകൃഷ്ണ ജയന്തി ശോഭായാത്രയ്ക്ക് അനുമതി നിഷേധിക്കാനുള്ള CPM ഭരണസമിതിയുടെ കേവലം ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കുകയാണ് ഇങ്ങനെ ഒരു വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഭക്തജനങ്ങളൊക്കെ തന്നെ പ്രതിഷേധത്തിനാണ്. അതിൻ്റെ കൂടുതൽ ചർച്ചകളൊക്കെ തന്നെ നമ്മുടെ വരും മണിക്കൂറുകളിലെ വാർത്തകളിൽ കാണാൻ കഴിയും. ഒപ്പം ഭാരതം വിശ്വസമാധാന കേന്ദ്രം ആവുകയാണ്. വിശ്വഗുരു എന്ന് പരിഹസിച്ചവർ ഇന്ന് കാണുക വിശ്വഗുരുവിൻ്റെ നേട്ടങ്ങൾ എന്തൊക്കെയെന്നുള്ളത് അതും ഉണ്ടാവും തുടർന്നുള്ള മണിക്കൂറിൽ. എന്തായാലും പുത്തൻപുലരിയുടെ സമയം ഇവിടെ കഴിയുകയാണ്. ഇന്നത്തെ പുത്തൻപുലരിയുടെ നാളെ വീണ്ടും കാണാം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ധാരാളം കമൻറ്റുകൾ കണ്ടു. ഓരോ വാർത്തയെക്കുറിച്ചുള്ള കമൻറ്റ് നൽകും. ഞങ്ങൾക്ക് ആശംസ, നമസ്തേ എല്ലാം കണ്ടു. പക്ഷേ വാർത്തകളുടെ കുത്തൊഴുക്കായിരുന്നു. ഒന്ന് ശ്വാസം വിടാൻ ഇട കിട്ടാത്തതുകൊണ്ടാണ് പ്രതികരണങ്ങളിലേക്ക് പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു. ഈ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷത്തിൻ്റെ വിലക്ക്, ഇത്തരത്തിലുള്ള വാർത്തകൾ ഞാൻ TV മാത്രമേ കൊടുക്കുകയുള്ളൂ. ചില മാധ്യമങ്ങൾ ഇതൊക്കെ തന്നെ മറച്ചു വയ്ക്കുന്നു. പക്ഷെ ഞങ്ങൾ അങ്ങനെ ഒന്നും തന്നെ മറച്ചു വയ്ക്കുന്നില്ല. ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വാർത്തകൾ കൃത്യമായ രീതിയിൽ അതിലൊരു പൊള്ളത്തനങ്ങളും ഇല്ലാതെ തന്നെ കാണിക്കുന്നു. വീണ്ടും വീണ്ടും അത് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്.